ദേവു 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 എഴുന്നേൽക്ക്. ഞാൻ ഉറങ്ങിപ്പോയില്ലേ? സമയം ഒരുപാടായോ? 8:30 കഴിഞ്ഞു. അല്ല, ദേവുന് ഇന്നലെ എന്താ പറ്റിയത്? ഞാൻ കുറെ നേരം വിളിച്ചു, ഉണർന്നില്ല. ഇന്നലെ ഹരി എന്തിനാ വിളിച്ചത്? അത് പറയാം. ആദ്യം നീ ചായ കുടിക്ക. ഈ ഗൗരിയുടെ ക്യാരക്ടറിനെ കുറിച്ച് മുമ്പൊരിക്കൽ ഞാൻ ദേവുവിനോട് ചോദിച്ചിരുന്നു. അന്നെനിക്ക് കൃത്യമായൊരു മറുപടി കിട്ടിയില്ല. ഇന്ന് പക്ഷേ ദേവു അത് പറഞ്ഞേ തീരൂ. എന്താ ഹരി കാര്യം? ആദ്യം എന്റെ ചോദ്യത്തിന് മറുപടി പറ. നാട്ടിലുണ്ടായിരുന്ന സമയത്ത് അവൾക്കിവിടെ അത്യാവശ്യം നല്ല ചുറ്റിക്കളികളൊക്കെ ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ പോയ ശേഷം പക്ഷേ ആളാകെ മാറി. മാറിയെന്ന് പറഞ്ഞ? കുറച്ചുകൂടെ വഷളായെന്ന് പറയാം. ലിവിംഗ് ടുഗദറും മതില് ചാട്ടമൊക്കെ അവള് തന്നെ എന്റെ അടുത്ത് സമ്മതിച്ചു തന്നതാ. എന്താ ഹരി കാര്യം? അപ്പോ എന്റെ ഊഹം തെറ്റിയില്ല. എന്ത്? കേൾക്കുമ്പോ ദേവു ബഹളം വയ്ക്കുകയോ സീനുണ്ടാക്കുകയോ ഒന്നും ചെയ്യരുത്. എന്റെ ഒരു സംശയം മാത്രം. എന്താ ഹരി? അത് അവൾ ഇന്നലെ എന്റെ റൂമിൽ കയറി വന്നു. ദേവു അത്ര വലിയ മാന്യനാണെങ്കിൽ ദേവുമായിട്ടുള്ള ബന്ധം തകർക്കുമെന്ന മട്ടിൽ അവളൊരു മുന്നറിയിപ്പ് തന്നു. അതിനുള്ള എന്തോ ആയുധം അവളുടെ കയ്യിലുണ്ടത്രേ. അപ്പൊ തന്നെ ഞാൻ ഇവിടെ വന്ന് ദേവുവിനെ വിളിച്ചതാ. എത്ര വിളിച്ചിട്ടും മുഖത്ത് വെള്ളം തളിച്ചിട്ട് പോലും ദേവു ഉണരുന്നില്ല. എന്തോ ഉറക്കഗുളിക കഴിച്ചിട്ട് കിടക്കുന്നത് പോലെ. ദേവു ഇന്നലെ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? മരുന്നോ മറ്റോ? പ്രഗ്നൻസി പീരീഡിൽ കഴിക്കുന്ന ടാബ്ലറ്റ്സേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. നിമിഷയെ കൊണ്ട് തന്നെ. അത് പറയൂ. എന്താ ഹരി? നിമിഷയുടെ കയ്യില് ഗൗരിയ ഇന്നലെ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തു കൊടുക്കുന്നത് കണ്ടത്. ഞാൻ കഴിക്കുന്ന ടാബ്ലറ്റ്സിനെ പറ്റിയൊക്കെ അവൾ ഇന്നലെ പ്രത്യേകം എന്നോട് ചോദിക്കുകയും ചെയ്തിരുന്നു. കാർത്തികയുടെ കസിനായിരിക്കും ഗൗരി. പക്ഷെ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞത് ഓർമ്മ വേണം. ഇതൊരു ഇഷ്യൂ ആക്കരുത്. തമ്പുരാമടത്തിനാ അതിനെ നാണക്കേട്. ഇല്ല ഹരി. എന്നാ നീ ചെവിയിൽ നുള്ളിക്കൊടി. നിന്റെ ഈ സൂര്യനെ പട്ടിയെപ്പോലെ എന്റെ പിന്നാലെ നടത്തുന്നത് കാണിച്ചു തരാൻ ഞാൻ. എങ്കി ദേവുവിനെ പോലെ നീയും യാത്രയ്ക്ക് ഒരുങ്ങിക്കൊടി.
ഉണർന്നോ? ഇന്നലത്തെ നിന്റെ ഉറക്കം കണ്ടപ്പോ ഞാൻ കരുതി നീ ഇനി ഉണരാനേ പോകുന്നില്ലാന്ന്. അങ്ങനെ നീ കരുതിയല്ലേ? ആ പിന്നല്ലാതെ ഇതെന്തോന്ന് ഉറക്കമാടി? ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വല്ലോ നീ അറിയുന്നുണ്ടോ? അറിയില്ലെന്ന് നീയും കരുതരുത്. എടി, നമ്പർ 1 ഫ്രോഡുകളുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോ ഇങ്ങനെ അന്തം വിട്ട് കിടന്ന് ഉറങ്ങരുത്. ഇന്നലെ രാത്രി ഇവിടെ എന്താ നടന്നതെന്ന് അറിയോ നിനക്ക്? പറയൂ നീ. എടി, നീ വെറും ഒരു മണ്ടിയാ. നിന്നെ പൊട്ടിയാക്കിക്കൊണ്ടിരിക്കുക ആ സൂര്യൻ. ഇന്നലെ രാത്രി സൂര്യനും ദൈവവും കൂടി ഗാർഡനിലിരുന്ന് സല്ലപിക്കുന്നടി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നീ എന്താ ഞെട്ടാത്തത്? ഞാൻ ഞെട്ടണോ? ഞാൻ വിചാരിച്ചത് നിന്റെ സ്വഭാവത്തിന് ഇത് കേൾക്കുമ്പോ ഇവിടെ ഒരു ബോംബ് പൊട്ടുന്ന. പൊട്ടിക്കണോ? പൊട്ടിക്കടി. എടി, ആദ്യത്തെ റൗണ്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് പുറകെ വരും. എന്താ മേഡം ജോലി ഉണ്ടെന്ന് പറഞ്ഞത്? ചെറിയൊരു പണി ചെയ്താൽ മതി. ഇവിടെ നിന്ന് ഞാനൊരു ചാക്ക് കെട്ട് തരാം. അത് ഏതെങ്കിലും കുളത്തിലോ കായലിലോ കൊണ്ടുപോയി തട്ടണം. വേസ്റ്റ് ആണോ മേഡം? ഒരു തരത്തിലൊരു വേസ്റ്റ് തന്നെയാ. വേസ്റ്റ് ആണെങ്കിൽ റിസ്കാ മേഡം. നാട്ടുകാർ പഞ്ഞിക്കിടും. മനുഷ്യനെ കൊന്നുകൊണ്ടുപോയി തള്ളിയാലും കുഴപ്പമില്ല. മനുഷ്യൻ തന്നെ ആടാ കിഴങ്ങ. അതുകൊണ്ട് ചെലവ് കൂടും. തനിക്ക് എത്രയാ വേണ്ടത്? ഞാൻ 1 ലക്ഷം രൂപ തരാം. എപ്പോ ചെയ്തു ചോദിച്ചാ മതി മേഡം. സാധനം എവിടെ? അത് റെഡിയായി വരുന്നതേ ഉള്ളൂ. താൻ പോയിട്ട് രാത്രി ഒരു 11 മണിക്ക് വാ. ഓക്കെ. ചാക്ക് കെട്ട് ഞാൻ ഈ ഗേറ്റിനടുത്ത് വെച്ചേക്കാം. ശരി മേഡം. ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ട. കാശ് അക്കൗണ്ടിൽ വരും. ആ പിന്നെ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോണം. അതിനുള്ള കാശ് തരുന്നുണ്ട്. എന്നാലേ താൻ പോയിട്ട് രാത്രിയിൽ വാ. ശരി. ഓക്കെ. ഇന്ന് രാത്രി ഉറക്ക ഗുളിക കലക്കിയ പാല് കുടിച്ച് നീ സുഖമായിട്ട് ഉറങ്ങിക്കോ കാർത്തിക്. എനിക്ക് എന്റെ സൂര്യേട്ടനുമായി ചില കാര്യങ്ങൾ കൂടി പ്ലാൻ ചെയ്യാനുണ്ട്. ഇവളിപ്പോഴേ പാല് കുടിച്ചുറങ്ങാൻ പോയാ പിന്നെ ഞാൻ കൊടുക്കുന്ന പാൽ എങ്ങനെ കുടിക്കും? വഴിയുണ്ട്. ഇവൾക്ക് എന്താ ഒരു ആലോചന? ഇനി ഞാൻ ഉറക്ക ഗുളിക കലക്കുന്നെങ്ങാനും ഇവള് കണ്ടോ? നിക്കടി അവിടെ. എന്താടി ഇത്? ഇത് കണ്ടിട്ട് മനസ്സിലായില്ലേ? നോക്കട്ടെ. അല്ല നോക്കട്ടെ നോക്കട്ടെ. ഇപ്പൊ മനസ്സിലായി. പാല്. എന്താടി ഇത്? ഞാൻ നിന്റെ കയ്യിൽ നിന്ന് 10 സെന്റ് സ്ഥലമൊന്നും എഴുതി വാങ്ങിയില്ലല്ലോ. ഒരു ഗ്ലാസ് പാലല്ലേ? നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇനി നിനക്ക് വേണോന്നുണ്ടെങ്കിൽ ഞാൻ വേറെ കാച്ചി തരാം. എനിക്ക് പാലൊന്നും വേണ്ട. അയ്യോ അങ്ങനെ പറയല്ലേ മുത്തേ. നമുക്ക് ഒരുപാട് കാര്യങ്ങളുള്ളതാ. നീ വേണ്ടെന്ന് പറഞ്ഞാലും നിന്നെ കൊണ്ട് ഞാൻ ഈ പാല് കുടിപ്പിക്കും മോളെ. സുഖമായിട്ട് ഉറങ്ങിയാലല്ലേ നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റൂ. സൂര്യനോട് ഇന്ന് രാത്രി കാണാന്ന് പറഞ്ഞത് അബദ്ധമായി തോന്നുന്നു. കാർത്തികയ്ക്ക് ഉറക്ക ഗുളിക കലക്കി പാല് കൊടുക്കാന്ന് കരുതിയാ കാണാന്ന് പറഞ്ഞത്. ഗുളിക തീരുകയും ചെയ്തു. സൂര്യൻ എങ്ങാൻ ഇങ്ങോട്ട് വന്നാ എല്ലാം പൊളിയും. പുറകെ കാർത്തിക ഇറങ്ങി വരും.
ശ്ശെ, എടുക്കുന്നില്ലല്ലോ. എന്റെ ഈശ്വര, എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കി സൂര്യേട്ടന്റെ വഴി മുടക്കണേ. സൂര്യേട്ട പെട്ടെന്ന് പൊയ്ക്കോ. സൂര്യേട്ട, കാർത്തിക് ഉറങ്ങിയിട്ടില്ല. സൂര്യേട്ട, എനിക്ക് ടാബ്ലറ്റ് കൊടുക്കാൻ പറ്റില്ല. ഗൗരി, ഗൗരി, ഇതെന്താ സ്റ്റാച്ചു? നമുക്ക് ബെഡ്റൂമിൽ പോയി കിടന്നുറങ്ങിക്കൂടെ? ഇവിടെ കൊണ്ടൊന്ന് വെച്ചിരിക്കാം അവള്. സൂര്യേട്ട പൊയ്ക്കോ പ്ലീസ്, പ്ലീസ്. അവളിപ്പോ കേറി വരും. അവക്ക് എന്തോ സംശയമുണ്ട് സൂര്യേട്ട. സൂര്യൻ എവിടെ പോയി? ഇനി ഇവള് പറഞ്ഞതുപോലെ ദേവുവിന്റെ ബെഡ്റൂമിലേക്ക് മറ്റോ ആണോ പോയത്? എനിക്കും അതൊന്നും അറിയണമല്ലോ. നിമിഷ, നിമിഷേ, കാർത്തികേ, സൂര്യേട്ട കഥക് തുറക്ക. നിമിഷ, വാതിൽ തുറക്കാൻ. ഇല്ല, തീർന്നല്ലോ. എടി, സൂര്യൻ ഇവിടെ എങ്ങനെ പോയി വിളിക്കാം? ഇല്ല ദേവു, സൂര്യനാരായണന്റെ ഭാര്യയുടെ ബെഡ്റൂമായത്. അഗ്നിസാക്ഷിയായി ഞാൻ താലി കെട്ടിയ പെണ്ണിന്റെ മുറി. അവിടെ എനിക്ക് ഒളിച്ചിരിക്കേണ്ട കാര്യമില്ല, ലോകത്താരുടെ മുന്നിലും. സൂര്യേട്ട, നമ്മൾ ഇത്രയും നാൾ ചെയ്തതൊക്കെ, സൂര്യേട്ടൻ കഷ്ടപ്പെട്ടതൊക്കെ. എടി, തുറക്കാനാ പറഞ്ഞേ. ഈ നിമിഷം തീരുന്നെങ്കിൽ തീരട്ടെ, അങ്ങനെയായിരിക്കും വിധി. ഞാനിത് ചവിട്ടി പൊളിക്കേ. സൂര്യേട്ട, തുറക്ക് ദേവു. ഇല്ല, വേണ്ട. നിന്നോട് തുറക്കാനാ പറഞ്ഞത്, തുറക്കാൻ. വാതിൽ തുറക്കാൻ. സൂര്യേട്ട, കാർത്തികേ, ഇവക്കിത് എന്തു പറ്റി? ചക്കിനെ വെച്ചതേ കൊക്കിന് കൊണ്ടുവന്ന് തോന്നുന്നു. ആ, സാരമില്ല, കുറച്ച് കഴിയുമ്പോ മാറിക്കോളും. എന്തായാലും വാ, പിടിക്ക.
ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി ഒരു ചെറിയ പണി കൂടിയുണ്ട്. വേസ്റ്റ് ഡിസ്പോസൽ അഥവാ മാലിന്യ നിർമ്മാർജ്ജനം. വാ. ഇവളല്ലേ ദേവു കാർത്തികയ്ക്ക് കൊണ്ടുപോയ ഉറക്കഗുളികയിട്ട് പാല് കുടിച്ചത്? അതെ സൂര്യേട്ടാ. അപ്പോ ഇവളെ നമ്മളൊരു ട്രിപ്പിന് അയക്കുന്നു, ഒരു വിനോദയാത്രയ്ക്ക്. വിനോദയാത്രയോ? അത് ദേവുവിന് വേണ്ടി ഇവള് പ്ലാൻ ചെയ്തത്. ദേവുവിന് മയക്കുമരുന്ന് കലർത്തിയ പാല് തന്നിട്ട് ചാക്കിൽ കെട്ടി ദൂരെ കടലിലോ കായലിലോ കൊണ്ട് കളയാനായിരുന്നു ഇവളുടെ പ്ലാൻ. ഇവള് ദേവുവിന് കൊണ്ടുവന്ന പാല് കുടിച്ചിട്ട് കാർത്തിക മയങ്ങി വീണത്. അതുകൊണ്ട് ഇവള് വച്ച പണി നമുക്ക് തിരിച്ചു കൊടുക്കാം. എന്നാലും സൂര്യേട്ടാ, ഒരെന്നാലുമില്ല. ഇവള് ദേവുവിന് നിശ്ചയിച്ചിരുന്ന വിധിയായത്. അത് എന്ത് തന്നെ ആയാലും ഇവള് തന്നെ അനുഭവിക്കട്ടെ. ദേവു ഇവിടെ നിന്നോ, ഞാൻ പോയി ചാക്കെടുത്തിട്ട് വരാം. കനമാണല്ലോ. ഇവളെന്താ തിന്നുന്ന കരിങ്കല്ലോ. സൂര്യേട്ടാ, ഇതാരെ കൊണ്ടുവന്ന്? ഇവക്കുള്ള ഫ്ലൈറ്റ് ഇപ്പൊ ലാൻഡ് ചെയ്യും. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. സമാധാനമായി. തമ്പുരാൻ മഠത്തിലെ ഏറ്റവും വലിയ വിഷവ നമ്മളിപ്പോ പാസിലാക്കി കയറ്റിവിട്ടത്. ആ കാർത്തിയെ കൂടി വഴിതെറ്റിക്കുന്നത് ഇവള. സൂര്യേട്ടാ, എത്ര നാളാ നമ്മളിങ്ങനെ ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ? നാലാളറിഞ്ഞ് താലി കെട്ടിയ ഭാര്യ ഭർത്താക്കന്മാരല്ലേ നമ്മള്? ഇപ്പൊ വന്ന് എനിക്ക് എന്നെ കുറിച്ച് തന്നെ കുറച്ചില് തോന്നുന്നു. ദേവു പറഞ്ഞത് ശരിയാ. ഇനി അധികം നീട്ടാൻ പറ്റില്ല ഇത്. പക്ഷെ വിശ്വനാഥൻ തട്ടിയെടുത്ത സ്വത്തുക്കൾ മുഴുവൻ തിരിച്ചു പിടിക്കണം ദേവു. അതിന് എന്താ ഒരു വഴി? സൂര്യേട്ടൻ പറ. നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതൊക്കെ വിശ്വനാഥൻ കാർത്തികയ്ക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ഇനി അവൾ അതിൽ ഒപ്പിട്ടാ മതി സ്വത്തുക്കളൊക്കെ തിരിച്ചു കിട്ടാൻ. ജീവൻ പോയാലും അവൾ അത് ഒപ്പിട്ട് തരുമോ സൂര്യേട്ട? ഒപ്പിട്ട് തരും. എന്താ സൂര്യണ്ണി പറയുന്നത്? വർമ്മ ആൻഡ് വർമ്മ അസോസിയേറ്റ്സിന്റെ ഉടമ ഇപ്പോ വിശ്വനാഥനല്ല, കാർത്തികയ. അതുകൊണ്ട് ദിവസവും ഡസൻ കണക്കിന് എഗ്രിമെന്റുകളിലും ചെക്കുകളിലും ഒക്കെ ഒപ്പിടുന്ന ആള് കാർത്തിക. അത് എഗ്രിമെന്റും ചെക്കും ഒക്കെ അല്ലേ? മുദ്രപത്രത്തിലല്ലേ നമ്മൾ അവളെ കൊണ്ട് ഒപ്പിടിക്കേണ്ടത്? മുദ്രപത്രമാണെന്ന് അറിയരുത്. അവൾക്ക് ഒരു രീതിയിലുള്ള സംശയത്തിന് ഇട നൽകാതെ വേണം സ്വത്തുക്കളൊക്കെ നമുക്ക് എഴുതി വാങ്ങാൻ. അതിപ്പോ എങ്ങനെ സാധിക്കും സൂര്യേട്ട? എന്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട് ദേവു. വർമ്മ ആൻഡ് വർമ്മ അസോസിയേറ്റ്സിന്റെ ചെക്കുകളും എഗ്രിമെന്റുകളൊക്കെ കൊണ്ടുവരുന്ന ആ ഫയൽ കണ്ടിട്ടില്ലേ? എടി ഇറങ്ങണ എന്റെ റൂമിന്ന്. എന്ത് ധൈര്യം ഇടും നിനക്ക്? എന്താ കാർത്തികേ, ഉറങ്ങാനും സമ്മതിക്കില്ല? എന്റെ ബെഡ്റൂമിലാണോടി നിന്റെ ഉറക്കം? നിന്നെ ഞാൻ എന്ത്
നിന്റെ ബെഡ്റൂമോ? ഇത് എന്റെ റൂമോ? അപ്പോ ഇന്നലെ രാത്രി നടന്നതൊന്നും നിനക്ക് ഓർമ്മയില്ലേ? ഇന്നലെ രാത്രി ഞാൻ എങ്ങനെ ഇവിടെ വന്നത്? ആ, ഞാൻ എടുത്തോണ്ട് വന്നതൊന്നുമല്ല, നീ തന്നെ നടന്നു വന്നതാ. അതെ, ഞാൻ തന്നെ വന്നതാ. എന്നിട്ട് നിന്റെ റൂമിന്റെ വാതിൽ ഞാൻ തട്ടി. അപ്പൊ നീ വാതില് തുറന്നു. അപ്പൊ നിന്റെ റൂമിൽ ആരോ ഉണ്ടായിരുന്നു.